ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺസിൻ്റെ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ 3 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. 2022 ഡിസംബർ മാസം നടന്ന എക്സാമിൻ്റെ. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2022 ഡിസംബർ മാസം നടന്ന യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ മൊഡ്യൂൾ 4ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനുമായിട്ടാണ്. ഓക്കെ, സോ നമ്മുടെ മൊഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 4ൻ്റെ സിലബസ് എന്ന് പറയുന്നത് നോക്കാം. തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്, അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്, ദെൻ കാൽക്കുലേഷൻ ഓഫ് നോർമൽ സ്ട്രെസ് ഇൻ ബീംസ്, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്, ദെൻ ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. അടുത്ത പാട്ടെന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ്, കാൽക്കുലേഷൻ ഓഫ് സ്ട്രെയിൻ എനർജി ഇൻ ബീംസ്. ദെൻ ലാസ്റ്റ് പാർട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ മാത്രം മതി. സ്റ്റുഡൻസ് ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു സോൾവ് ദി ഡിഫ്ലക്ഷൻ പ്രോബ്ലംസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഈ സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കില്ല. സോ മൊഡ്യൂൾ 4ൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന 2022 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. സ്റ്റേറ്റ് ദി അസംഷൻസ് മെയ്ഡ് ഇൻ മൊമെന്റ് കർവേച്ചർ റിലേഷൻഷിപ്പ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദി ബേസിക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഡിഫ്ലക്ഷൻ ഓഫ് ബീം. അസംഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഷോ ദാറ്റ് ദി മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഈസ് 1.5 ടൈംസ് ദി ആവറേജ് സ്ട്രെസ്. എന്താണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 1.5 ടൈംസ് ഓഫ് ദി ആവറേജ് സ്ട്രെസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ആർ ദി അസംഷൻസ് ഇൻ വാട്ട് മൊമെന്റ് കർവേച്ചർ റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ബെൻഡിങ് ഇക്വേഷനിലെ ആ ഡെറിവേഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദി അസംഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദി മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ബീംസ് ഷുഡ് ബി ഐസോട്രോപിക് ആൻഡ് ഹോമോജീനിയസ് ആൻഡ് മസ്റ്റ് ഫോളോ ഹുക്സ് ലോ. നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഓഫ് ദി ബീം ഷുഡ് ബി ഐസോട്രോപിക് ആൻഡ് ഹോമോജീനിയസ്. എന്താണ് ഈ ഐസോട്രോപിക് എന്ന് പറയുന്നത്? നമ്മുടെ പ്രോപ്പർട്ടീസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡയറക്ഷൻ ആണെങ്കിൽ, ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനിലും സെയിം ആണ് എങ്കിൽ ആ മെറ്റീരിയൽ നമുക്ക് ഐസോട്രോപിക് എന്ന് പറയാം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പോയിന്റിലും പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ, എല്ലാ പോയിന്റിലും അതിൻ്റെ പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ അത് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയാം. സോ നമ്മുടെ മെറ്റീരിയൽ ഷുഡ് ബി ഐസോട്രോപിക് ആൻഡ് ഹോമോജീനിയസ് ആൻഡ് മസ്റ്റ് ഒബൈ ഹുക്സ് ലോ. എന്താണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്? വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ ഇറ്റ് മസ്റ്റ് വാട്ട് സാറ്റിസ്ഫൈ ദി അല്ലെങ്കിൽ ഫോളോ ദി ഹുക്സ് ലോ. ഫസ്റ്റ് അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്താണ്? ട്രാൻസ്വേഴ്സ് സെക്ഷൻസ് ഓഫ് ബീം ദാറ്റ് വാസ് പ്ലെയിൻ ബിഫോർ ബെൻഡിങ് വിൽ റിമെയിൻ പ്ലെയിൻ ഇൻ ദി സെയിം സ്റ്റേറ്റ് ഈവൻ ആഫ്റ്റർ ബെൻഡിങ് വിച്ച് വി കോൾ ആസ് ന്യൂട്രൽ പ്ലെയിൻ. ഓക്കെ, അതായത് ബെൻഡിങ്ങിന് മുമ്പ് പ്ലെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു സെക്ഷൻ ആഫ്റ്റർ ബെൻഡിങ്ങിന് ശേഷവും എന്തായിരിക്കണം? പ്ലെയിൻ ആയിരിക്കണം. അതായത് ആ പ്ലെയിൻ ഡിസ്റ്റോർട്ടായി പോരുത്. ബിഫോർ ബെൻഡിങ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആഫ്റ്റർ ബെൻഡിങ് എന്തായിരിക്കണം? പ്ലെയിൻ ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ദി ബീം ഈസ് ഇനീഷ്യലി ഇൻ ദി സ്ട്രെയിറ്റ് സ്റ്റേറ്റ് ആൻഡ് ഹാസ് യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയ. ബെൻഡിങ്ങിന് മുമ്പ് നമ്മുടെ ബീം എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ആയിരിക്കണം. അതിന് വളവൊന്നും ഉണ്ടാവാൻ പാടില്ല, അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എല്ലാ ക്രോസ് സെക്ഷനിലും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് സെയിം ഫോർ ദി ഫൈബേഴ്സ് ഓഫ് ദി ബീം ഈവൻ അണ്ടർ കംപ്രഷൻ ഓർ ടെൻഷൻ. അതായത് കംപ്രഷനിലും ടെൻഷനിലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ആ ബീം കംപ്രസ് ചെയ്യുമ്പോഴും ആ ബീമ് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ദെൻ വെൻ സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ് ദി ബെൻഡ് ഈസ് സിമിലർ ടു ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ. ബെൻഡിങ് സംഭവിക്കുമ്പോൾ
അതിൻ്റെ ആ ബെൻഡിങ് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ആർക്കിൻ്റെ രൂപത്തിലായിരിക്കും എന്നുള്ളതാണ്. ബീം ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ആർക്ക് എന്ന് പറയുന്നത് സർക്കുലാർ ആർക്കായിരിക്കും. ഓക്കെ. ദി റേഡിയസ് ഓഫ് ദി കർവേച്ചർ ടേക്കൺ ഫോർ ദി കാൽക്കുലേഷൻ ഈസ് ലാർജ് കമ്പയർഡ് ടു ദി ഡയമെൻഷൻസ് ഓഫ് ദി സെക്ഷൻ. എന്താ പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് ഒരു ബീം ബെൻഡ് ആകുമ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്, ഒരു സപ്പോസ് നമ്മളൊരു ബീം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ബീമാണെന്ന് വിചാരിക്കുക, അത് ബെൻഡ് ആകുന്നു. ഓക്കെ. സോ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കിൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിനെയാണ്, അല്ല ആ സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ബീം എന്ന് പറയുന്നത്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ ഷുഡ് ബി ലാർജ് കമ്പയർഡ് ടു ദി ഡയമെൻഷൻസ് ഓഫ് ദി സെക്ഷൻസ്. സോ ഈ റേഡിയസ് എന്ന് പറയുന്നത് ഈ ബീമിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ ലെങ്ത്, അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ തിക്നെസ്, അത് വെച്ച് നോക്കുമ്പോൾ ലാർജ് ആയിരിക്കണം. സോ ദീസ് ആർ ദി അസംഷൻസ് ഇൻ വാട്ട് ദി മൊമെന്റ് കർവേച്ചർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ തിയറി ഓഫ് പ്യുവർ ബെൻഡിങ് എന്ന് നമ്മൾ പറയും. ഓക്കെ. സോ വാട്ട് ആർ ദി അസംഷൻസ്? എന്താണ്? ഒന്ന്, മെറ്റീരിയൽ ഐസോട്രോപിക് ആയിരിക്കണം, ഹോമോജീനിയസ് ആയിരിക്കണം, അത് ഹുക്സ് ലോ ഫോളോ ചെയ്യണം. രണ്ട്, ബെൻഡിങ്ങിന് മുമ്പ് പ്ലെയിൻ ആയിട്ടുള്ള എല്ലാ സെക്ഷൻസും ആഫ്റ്റർ ബെൻഡിങ് എന്തായിരിക്കണം? പ്ലെയിൻ ആയിരിക്കണം. മൂന്ന്, ബീം ഇനീഷ്യലി സ്ട്രൈറ്റ് ആയിരിക്കണം, അതിന് യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കണം. നാല്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ടെൻഷനിലും കംപ്രഷനിലും സെയിം ആയിരിക്കണം. അഞ്ച്, വെൻ സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ് ദി ബെൻഡ് ഈസ് സിമിലർ ടു ആർക്ക് ഓഫ് എ സർക്കിൾ. അതിൻ്റെ ആ ബെൻഡ് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ആർക്കായിരിക്കണം. ദ ലാസ്റ്റ് വൺ ഈസ് എന്താണ്? ഈ റേഡിയസ് ഓഫ് കർവേച്ചർ ഈ ബീമിൻ്റെ ഡയമെൻഷൻസ് എടുക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്തായിരിക്കണം? ലാർജ് ആയിരിക്കണം. ഓക്കെ. ദീസ് ആർ ദി അസംഷൻസ് ഇൻ നമ്മുടെ മൊമെന്റ് കർവേച്ചർ റിലേഷൻഷിപ്പ്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഷോ ദി മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷൻ. മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷൻ ഈസ് 1.5 ടൈംസ് ദി ആവറേജ് സ്ട്രെസ്. മാക്സിമം ഷിയർ സ്ട്രെസ് 1.5 ടൈംസ് ഓഫ് ആവറേജ് സ്ട്രെസ് ആണ് പ്രൂവ് ചെയ്യുക. എന്താ നോക്കാം. സോ ഒരു റെക്ടാങ്കുലാർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു റെക്ടാങ്കുലാർ സെക്ഷൻ, നമ്മുടെ ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് നമ്മുടെ ഒരു ബീം ഉണ്ട്, ഇതൊരു ബീമാണെന്ന് വിചാരിക്കാം. ഓക്കെ. അതിൻ്റെ ക്രോസ് സെക്ഷനാണ്, റെക്ടാങ്കുലാർ ബീമാണ്, റെക്ടാങ്കുലാർ ബീം. ഓക്കെ. സോ അതിൻ്റെ ക്രോസ് സെക്ഷനാണ്, ഒരു റെക്ടാങ്കിൾ ആയിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ റെക്ടാങ്കിളിൽ ഓരോ ലെയറിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ലെയറിലും ഷിയർ സ്ട്രെസ് ഉണ്ട്. സോ ആ ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നവരാണ് ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ്. ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ്, അല്ലെങ്കിൽ അതിന് വേറെ പേരോട് പറയും ഇന്റർ ലാമിനാർ ഷിയർ സ്ട്രെസ്. ഇന്റർ ലാമിനാർ ഷിയർ സ്ട്രെസ്. ഓക്കെ. അതായത് ഒരു ബീമിൻ്റെ ഓരോ ലെയറിൻ്റെയും ഇടയിൽ ഓരോ ലെയറിലും ആക്ട് ചെയ്യുന്ന ആ ഷിയർ സ്ട്രെസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർ ലാമിനാർ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ്. സാധാരണ രീതിയിൽ ബീമിൽ അങ്ങനെ ലോഡ് ആക്ട് ചെയ്യുന്നത് മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? ബീം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലോഡ് ക്യാരി ചെയ്യുന്ന ഒരു മെമ്പറാണ്. സോ ഇങ്ങനെ ഓരോ ലെയറിലും ഒരു ഇന്റർ ലാമിനാർ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യും. സോ ഒരു റെക്ടാങ്കുലർ കേസ് എടുത്തു കഴിഞ്ഞാൽ, റെക്ടാങ്കുലർ ബീമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? V/2I × h²/4 മൈനസ് y² ആണ്. ട്രാൻസ്വേഴ്സ് V/2I × h²/4 മൈനസ് y². ഇവിടെ V എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്, അതിൽ ആക്ട് ചെയ്യുന്ന, വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ്. ഓക്കെ. ഷിയർ ഫോഴ്സ്. ഓക്കെ. ദെൻ I എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഓക്കെ. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, Y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. ഇവിടെ ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും, കറക്റ്റ് സെൻറ്ററിൽ ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും. സോ ആ ന്യൂട്രൽ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് ആണ് Y എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ന്യൂട്രൽ ആക്സിസിൽ വൈയുടെ വാല്യൂ 0 ആയിരിക്കും. സോ അറ്റ് ദി ന്യൂട്രൽ ആക്സിസ്, അതായത് ഈ ന്യൂട്രൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയായിരിക്കും ഇന്റർ ലാമിനാർ ഷിയർ സ്ട്രെസ് ഏറ്റവും മാക്സിമം ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് ഏറ്റവും മാക്സിമം ആയിട്ടുണ്ടാവുക. സോ മാക്സിമം ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? V/2 × I. I എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? BD³/12 അല്ലേ? BD³/12 അല്ലെങ്കിൽ BH²/12, BH³/12. ശരിയല്ലേ? സോ ഇതാണെന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു?
BD³/12 എന്ന് എടുത്തു ഇൻറ്റു വൈയുടെ വാല്യൂ 0 ആണ് അല്ലേ, അറ്റ് ന്യൂട്രൽ ആക്സിസ് y = 0, സോ h²/4 എന്ന് വരും. ഓക്കെ, h²/4. ഇവിടെ നമ്മൾ ഡെപ്തിന് പകരം h എന്നായിട്ട് എടുത്താണ്, h. ഓക്കെ, സോ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഷിയർ സ്ട്രെസ് ഇസിക്കൽ 3/2 ഇൻറ്റു V/BH എന്ന് കിട്ടും. എന്ന് സോൾവ് ചെയ്ത് നോക്കുക. 3/2 ഇൻറ്റു V/BH എന്ന് കിട്ടും. 3/2 എന്ന് പറയുന്നതാണ് 1.5 ആണ്. 1.5 ഇൻറ്റു V/BH എന്ന് പറയുന്നതാണ്, V എന്ന് പറയുന്നത് എന്താ? ഷിയർ സ്ട്രെസ് ആണ് അല്ലേ, ഈ ഇതിൽ ബീമിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്. B ഇൻറ്റു H എന്ന് പറയുന്നത് എന്താണ്? ഈ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത്, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്. സോ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ ഫോഴ്സ്, V എന്ന് പറയുന്നതാണ് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ, അത് നമ്മൾ എന്ത് വിളിക്കും? ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മളതിനെ ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. V/BH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഷിയർ സ്ട്രെസ് ആണ്. സോ മാക്സിമം ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ഓഫ് ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് കിട്ടും. സോ ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3 മാർക്ക് കിട്ടും. നമ്മളൊന്നും പറഞ്ഞില്ല, ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ V/2a × h² - y² ആണ്. ന്യൂട്രൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. സോ മാക്സിമം വാല്യൂ ഓഫ് ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് V/2 ഇൻറ്റു ഐയുടെ സ്ഥാനത്ത് നമ്മൾ BH³/12 എടുത്തു ഇൻറ്റു h²/4 അല്ലേ. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും മാക്സിമം ഷിയർ സ്ട്രെസ് ഇസിക്കൽ 3/2 ഇൻറ്റു V/BH എന്ന് കിട്ടും. V എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ്, BH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ ആണ്. ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഏരിയ BH, അതിന് വിളിക്കുന്ന പേരാണെന്ത്? ആവറേജ് ഷിയർ സ്ട്രെസ്. സോ മാക്സിമം ഷിയർ സ്ട്രെസ് ഇസിക്കൽ ടു മാക്സിമം ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് ഇസിക്കൽ ടു 1.5 ടൈംസ് ഓഫ് ദി ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് കിട്ടി. അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് SA പാർട്ടിലേക്ക് പോവാം. 14 മാർക്കിൻ്റെ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താ നോക്കാം പ്രോബ്ലം. എ ടിംബർ ബീം 150 mm ഇൻറ്റു 200 mm 150 mm ഇൻറ്റു 200 mm ഈസ് യൂസ്ഡ് ആസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 3 മീറ്റർ. ഒരു ടിംബറിൻ്റെ ഒരു ബീം ഉണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷൻസ് തന്നേക്കാണ്. 150 ഇൻറ്റു 200. അത് നമ്മൾ സിംപ്ലി സപ്പോർട്ട് ചെയ്തേക്കാണ്, രണ്ടിലും സിംപ്ലി സപ്പോർട്ട് ചെയ്തേക്കാണ്. ഓഫ് സ്പാൻ 3 മീറ്റർ. അതിൻ്റെ സ്പാൻ ലെങ്ത് എത്രയാണ്? 3 മീറ്റർ ആണ്. നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ബീം ഉണ്ട്, അതിനെ സിംപ്ലി സപ്പോർട്ട് ചെയ്തേക്കാണ്, അതായത് രണ്ടിലും സപ്പോർട്ട് ഉണ്ട്. അതിൻ്റെ സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സ്പാൻ ലെങ്ത് 3 മീറ്റർ. ഓക്കെ, ഫൈൻഡ് ദി മാക്സിമം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ്. എന്താണ്? ഇതിൻ്റെ മുകളിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അപ്ലൈ ആണ്. സോ മാക്സിമം എന്തുമാത്രം എമൗണ്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇൻ അഡീഷൻ ടു ദി കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 5 kN ആക്ടിങ് അറ്റ് ദി മിഡ് സ്പാൻ. എന്താണ് ഇവിടെ? മിഡ് സ്പാനിൽ കറക്റ്റ് സെൻറ്ററിൽ ഒരു 5 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന് പുറമെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമ്മൾ കൊടുക്കുകയാണ്. എന്തുമാത്രം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇതിന് ക്യാരി ചെയ്യാൻ പറ്റും? ഇഫ് മാക്സിമം ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ് in the beam are not exceed 15 Newton/mm² and 2 Newton/mm². എന്താണ്? മാക്സിമം ബെൻഡിങ് സ്ട്രെസ് 15 Newton/mm² ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് 2 Newton/mm² ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെഗ്ലക്ട് ദി സെൽഫ് വെയിറ്റ് ഓഫ് ദി ബീം. ബീമിൻ്റെ സെൽഫ് വെയിറ്റ് നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. സോ നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഈസിക്കൽ 15 Newton/mm² എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് എന്തുമാത്രം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇതിന് ക്യാരി ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കും. എന്നിട്ട് രണ്ടാമത് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 2 Newton/mm² തന്നെയുണ്ട്.
ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കും. എന്നിട്ട് അതിൽ ഏതാണോ ചെറുത്, ഓക്കെ, ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അതായിരിക്കും ഈ ബീമിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും മാക്സിമം ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പോവാണ്. അത് എന്തിനാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്ത് വരുന്ന വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ ബെൻഡിങ് എവിടെ ഉണ്ടാവുക? ഈ ബീമിൽ സെൻട്രലായിരിക്കും. അതായത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? സെൻട്രലായിരിക്കും. ഓക്കെ, സോ സെൻട്രലിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുന്നത്. സോ സെൻട്രലിലെ ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് ഈ സെൻട്രലിലെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉള്ള എല്ലാ ഫോഴ്സസും ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ സമ്മാണ് അല്ലേ? ബെൻഡിങ് മൊമെൻറ്റ് ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി സം ഓഫ് ഓൾ ദി മൊമെന്റ്സ് ഓഫ് ഫോഴ്സസ് ടു ദി റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ സെക്ഷൻ തന്നെയാണ് ഡെഫിനിഷൻ തന്നെ. സോ നമ്മൾ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, സെൻട്രൽ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉള്ള എല്ലാ ഫോഴ്സസും ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ സമ്മാണെന്ത്? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഈ പോയിന്റ് കൺസിഡർ ചെയ്യാണ്, സെൻട്രൽ പോയിന്റ് കൺസിഡർ ചെയ്യാണ്, അതിൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അത് എത്രയാണ് നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് അതിൻ്റെ ആ ഫോഴ്സിൻ്റെ വാല്യൂ ഇട്ടോളൂ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഇത്രയും ലെങ്ത്തിൽ എത്രയാണ്? 1.5 മീറ്റർ ലെങ്ത്തിൽ എന്തുണ്ട്? യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുണ്ട്. സോ ഈ 1.5 മീറ്റർ ലെങ്ത്തിൽ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. ഈ ലോഡ് മൂലമുള്ള ബെൻഡിങ് മൊമെൻറ്റും നമുക്ക് അറിയണം. സോ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് മൂലമുള്ള ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ അതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഇതിനെ നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്തുമാത്രമാണെന്ന് അറിയില്ല. സോ അത് നമുക്ക് W എന്ന് എടുക്കണം. അതുകൊണ്ട് W kN per meter അതാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കണ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എടുക്കുകയാണ്. ഓക്കെ, സോ ഈ എൻ്റെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെൻറ്ററിൽ എൻ്റെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഫോർ കാൽക്കുലേറ്റിംഗ് ദി സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ, സോ സെൻറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? W kN per meter ആണ് നമ്മുടെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. അത് എന്തുമാത്രം ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്? 3 മീറ്റർ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 × W, അതായത് W × അത് ആക്ട് ചെയ്യുന്ന സ്പാൻ ലെങ്ത്ത് അത്രയും കാൽക്കുലേറ്റ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതാണ് ഇതിൻ്റെ പോയിന്റ് ലോഡ് കൺവേർഷൻ എന്ന് പറയുന്നത്. W kN per meter എന്ന് പറയുന്നത് 3 × W, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് സെൻറ്ററിൽ ആക്ട് ചെയ്യും. ഓക്കെ, സോ സപ്പോർട്ട് റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. സോ നോക്കിയേ, 5 kN പോയിന്റ് ലോഡ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 3 × W പോയിന്റ് ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എന്തായിരിക്കും? പകുതി ആയിരിക്കും. രണ്ടും കൂടി കൂട്ടിയതിൻ്റെ പകുതി ആയിരിക്കും അപ്പുറം ഇപ്പുറം ആക്ട് ചെയ്യുന്നത് അല്ലേ? അതായത് 5 kN 3 വാട്ട് 3 × W 5 + 3 W അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി പകുതി എന്ത് ചെയ്യും? ഇവിടെ ആക്ട് ചെയ്യും. 5 + 3 × W/2. നമുക്ക് വേണമെങ്കിൽ ഇത് മൊമെന്റ് അറ്റ് A = 0, മൊമെന്റ് അറ്റ് ND = 0 എന്ന് കൊടുത്തിട്ട് വേണം ചെയ്യാം. പക്ഷേ ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ വെർട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത് 3 + 5 ആണ്. 3W + 5 ആണ്. സോ 3W + 5ന്റെ പകുതി ഇപ്പറേ ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് സപ്പോർട്ട് റിയാക്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മൊമെന്റ് അറ്റ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. സോ അതിന് വേണ്ടി നമ്മൾ ഈ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. 5 + 3W/2 ഇവിടുത്തെ റിയാക്ഷനാണ്.
5 പ്ലസ് 3w/2 ഇവിടുത്തെ റിയാക്ഷനാണ്. നമ്മൾ ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെൻ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. റൈറ്റ് സൈഡിൽ ഓൾറെഡി ഇവിടെ എന്തുണ്ട്, ഒരു യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. ആ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതായത് ഈ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? W kN/m ആണ് ടോട്ടൽ. സോ W ഇൻറ്റു എന്തുമാത്രം ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇത്രയും ലെങ്ത്, അതായത് ഇൻറ്റു 1.5. ഇതാണെന്ത്? ഇത്രയും ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ ലെങ്ത്തിന്റെ പകുതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ടോട്ടൽ എത്രയാണ്? 3 ആണ്. ഇത്ര എത്രയാണ്? 1.5 ആണ്. സോ ഇത്ര എത്രയായിരിക്കും? 1.5ന്റെ പകുതി എത്രയാണ്? 0.75. ഓക്കെ. ഇനി ബെൻഡിങ് മൊമെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നോക്കിയേ, ഈ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ലോഡ് 0.75, 1.5w, അത് 0.75 അകലത്തിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുമൂലമുള്ള ബെൻഡിങ് മൊമെന്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1.5w ഇൻറ്റു 0.75, 1.5w ഇൻറ്റു 0.75. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബെൻഡിങ് മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സപ്പോസ് ഈ പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്ന പോയിന്റ് അല്ലേ? സോ ഈ പോയിന്റ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ? ലോഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഈ ബീമിന് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഇരുന്ന ബീം എന്താവും? അത് ഈ രീതിയിൽ വളയും. ശരിയല്ലേ? ഇങ്ങനെ വളഞ്ഞ എന്താണ്? അതായത് ഇങ്ങനെ ഒരു കോൺവെക്സ്, ഇത് നമ്മൾ ഹോഗിങ് എന്ന് പറയുന്നത്. ഹോഗിങ്. ഇനി ഹോഗിങ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ സ്മൈലി ഉപയോഗിച്ചിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ബീം വളയുന്നതെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത് നെഗറ്റീവ് ഇൻഡിക്കേഷൻ അല്ലേ ഈ സ്മൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം വേറെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ കേസിൽ എന്താണ്? ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് എന്നിടുക. സോ 1.5 ഇൻറ്റു 0.75, ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ്. ദെൻ ഇവിടെ 5 പ്ലസ് 3w/2 എൻ്റെ റിയാക്ഷൻ ഉണ്ട്. അത് എന്തുമാത്രം അകലെയാണ്? 1.5 മീറ്റർ അകലെയാണ്. സോ 5 പ്ലസ് 3w/2 ഇൻറ്റു 1.5. ഇനി ഇതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? ഓക്കെ, ഇത് ഫിക്സ്ഡ് പോയിന്റ് ആണ്. ഇവിടുന്ന് അടിയിൽ നിന്ന് മുകളിലേക്കാണ് ഇവിടെ ബെൻഡിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ ബീമിനെ എന്ത് ചെയ്യും? ഈ ഡയറക്ഷനിൽ അല്ലേ ഇങ്ങനെ എന്താക്കും? ബെൻഡ് ചെയ്യും. അതെന്താണ്? പോസിറ്റീവാണ്. ഇങ്ങനെ വന്നാൽ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ. സോ ഇതെന്താ? സാഗിങ് എന്ന് പറയുന്നത്. സോ സാഗിങ് മൊമെന്റ് ആയതുകൊണ്ട് എന്താണ്? അത് പോസിറ്റീവാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് കിട്ടും. സോ ബെൻഡിങ് മൊമെന്റ് നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. -1.5w ഇൻറ്റു 0.75 പ്ലസ് 5 പ്ലസ് 3w/2 ഇൻറ്റു 1.5. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് 1.125w പ്ലസ് 3.75 അത്രയും എന്ത് കിട്ടും? കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. എന്ത്? ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോന്യൂട്ടൺ മീറ്റർ ആണ്. നമ്മുടെ ഡയമെൻഷൻസ് ഒക്കെ തന്നിരിക്കുന്നത് mm-ലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? കിലോന്യൂട്ടൺ മീറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം? കിലോന്യൂട്ടൺ മീറ്ററിന് നമ്മൾ ന്യൂട്ടൺ mm-ലേക്ക് ആക്കുക. അപ്പോൾ എന്ത് വരും? 1.125w പ്ലസ് 3.75. കിലോന്യൂട്ടൺ ന്യൂട്ടൺ എന്ത് ചെയ്യണം? 10³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്ററിന് മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? വീണ്ടും 10³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻറ്റു 10⁶ അത്രയും ന്യൂട്ടൺ mm എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത് മാക്സിമം ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ഷിയർ സ്ട്രെസ്. സോ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് അല്ല, ഷിയർ ഫോഴ്സ് കേട്ടോ. ഷിയർ ഫോഴ്സ് മാക്സിമം ഷിയർ ഫോഴ്സ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്?
ഞാൻ പറഞ്ഞു ബെൻഡിങ് ഏറ്റവും മാക്സിമം സെൻട്രലായിരിക്കും. അതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത് സെൻട്രലായിരിക്കും. ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് മാക്സിമം ഉള്ളത് എൻഡിലായിരിക്കും, രണ്ട് എൻഡുകളിലായിരിക്കും. ഓക്കെ, സോ എൻഡിലാണ് മാക്സിമം ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഈ എൻഡ് കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കാം. ഈ എൻഡ്, ഓക്കെ, ഈ എൻഡിലുള്ള ഷിയർ ഫോഴ്സ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? ആ എൻഡിൻ്റെ റൈറ്റ് സൈഡ്, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിലുള്ള എല്ലാ ഫോഴ്സും കൂടി കൂട്ടിയതായിരിക്കും എന്ത്? ആ എൻഡിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സിന്റെ ഡെഫിനേഷൻ എന്താ? ഇറ്റ് ഈസ് ദി സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ടു ദി റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ സെക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ സെൻട്രൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷന്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉള്ള എല്ലാ ഫോഴ്സസിന്റെയും സമ്മാണെന്ത്? ഷിയർ ഫോഴ്സ്. നമ്മൾ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ അറ്റത്താണ് അല്ലേ? സോ ഇവിടെ കംപ്ലീറ്റ്ലി എല്ലാ ഫോഴ്സും റൈറ്റ് സൈഡിലാണ്. സോ സം ഓഫ് ഓൾ ദി ഫോഴ്സസ് അറ്റ് ദി റൈറ്റ് സൈഡ്, അതാണ് എന്ത്? ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഷിയർ ഫോഴ്സിന് വില എന്തായിരിക്കും? ഇപ്പോൾ റൈറ്റ് സൈഡിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? 5 കിലോ ന്യൂട്ടൺ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? 5 കിലോ ന്യൂട്ടൺ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ 5. ദെൻ 3W അല്ലേ? നമ്മൾ ഈ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റിലോടായിട്ട് കൺവേർട്ട് ചെയ്തു. 3W. ഓക്കെ, നമ്മൾ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എടുത്താണ്. ഓക്കെ, സോ അതിനെ പോയിന്റിലോടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റു സ്പാൻ ലെങ്ത് ചെയ്യുക. 3W ആക്ട് ചെയ്യുന്നുണ്ട് താഴത്തേക്ക്. സോ പ്ലസ് 3W. പിന്നെ സപ്പോർട്ട് റിയാക്ഷൻ അടിയിൽ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ 5 + 3W/2 എന്താണ്? അടിയിൽ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യാണ്. 5 മൈനസ് ആണ്, -5 + 3W/2. സോ ഇതാണ് എന്ത്? മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 5 + 3W -5/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2.5. ദെൻ 3/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1.5 പ്ലസ് 1.5W. സോ ഈക്വൽ ടു എന്ത് വരും? -2 കോമൺ ആണ് അല്ലേ? 5 + 3W -2.5 -1.5W. ശരിയല്ലേ? സോ നമുക്ക് ഇതിന്റെ റിസൾട്ട് ആയിട്ട് എത്ര കിട്ടും? 3W - 1.5W എന്താണ്? 1.5W. ദെൻ 5 - 2.5 എത്ര വരും? 2.5 + 2.5. ഓക്കെ, ഇത് യൂണിറ്റ് എന്തായിരിക്കും? നമ്മൾ എടുത്തിരിക്കുന്ന യൂണിറ്റ് ഒക്കെ എന്താണ്? കിലോ ന്യൂട്ടണിലാണ്. സോ ഇത് ഷിയർ ഫോഴ്സ് ആണ്. അതിന് യൂണിറ്റ് എന്താ? കിലോ ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണ് ഇതിന്റെ യൂണിറ്റ്, ഫോഴ്സ് ആണ്. സോ കിലോ ന്യൂട്ടൺ ആയിരിക്കും. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1.5W + 2.5 × 10³ ന്യൂട്ടൺ. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം ഷിയർ ഫോഴ്സ് എന്ത് ചെയ്തു? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ ബെൻഡിങ് മൊമെന്റ് മാത്രം എടുക്കുകയാണ്. ഓക്കെ, അതായത് കൺസിഡറിങ് ബെൻഡിങ് മൊമെന്റ് ഓൺലി by considering bending moment only. ബെൻഡിങ് മൊമെന്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യൂയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോബ്ലം. സോ നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇസഡ് ആണ്. സിഗ്മ ഇൻറ്റു ഇസഡ്. ഈ ഇക്വേഷൻ അവിടെ നിന്ന് വന്നേ. ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട്. M/I ഈസ് ഈക്വൽ ടു സിഗ്മ/Y അല്ലേ? അല്ലെങ്കിൽ M ഈസ് ഈക്വൽ ടു സിഗ്മ/Y ഇൻറ്റു I അല്ലേ? സോ I/Y അതിന് നമ്മൾ എന്ത് പറയും? ഇസഡ് എന്ന് പറയും. I/Y നമ്മൾ എന്ത് പറയും? ഇസഡ് എന്ന് പറയും. സെക്ഷൻ മോഡുലസ്. സോ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇസഡ്. I/Y എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ്. സോ ഇതാണ് ബെൻഡിങ്ങിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കണ്ടുപിടിച്ച മാക്സിമം ബെൻഡിങ് മൊമെന്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സിഗ്മയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ബെൻഡിങ് സ്ട്രെസ്
ഇൻ ദി ബീം ഷുഡ് നോട്ട് എക്സീഡ് 15 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 15 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് സിഗ്മയുടെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇസഡിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം I/Y ആണ്. I/Y. I എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ക്രോസ് സെക്ഷൻ ഏതാണ്? നമ്മുടെ റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷൻ ആണ് അല്ലേ? 150 mm × 200 mm റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷൻ ആണ്. സോ ഇതാണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ഇതാണ് ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലേ? സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറഞ്ഞാൽ എന്ത് വരും? I = BD³/12 എന്ന് വരും. BD³/12. Y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. സോ നമ്മുടെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് അതിന്റെ Y എന്ന് പറയുന്നത് ഡെപ്തിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, സോ ഡെപ്തിന്റെ പകുതി ഡിവൈഡഡ് ബൈ D/2. നമുക്ക് ബിയുടെയും ഡിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? ബിയുടെ വാല്യൂ എത്രയാണ്? 100 ആണ്. ഇൻറ്റു ഡെപ്തിന്റെ വാല്യൂ എത്രയാണ്? 150 അല്ലേ? ഡെപ്തിന്റെ വാല്യൂ നമുക്ക് 200. 150 200 ആണ് അല്ലേ? സോ 200 150 ഇൻറ്റു 200 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ ഡെപ്തിന്റെ പകുതി എത്രയാണ്? 200ന്റെ പകുതി എത്രയാണ്? 100. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ കിട്ടും. ഐയുടെ വാല്യൂ 1 × 10⁶ mm⁴ എന്ന് കിട്ടും. 1 × 10⁶ mm⁴. സോറി, മൊമെന്റ് സെക്ഷൻ മോഡുലസിന്റെ വാല്യൂ 1 × 10⁶ mm⁴ എന്ന് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്താണ്? അവിടെ നമ്മൾ W ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്താണ്. അതാണ് 1.125 W + 3.75 × 10⁶. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിലേക്ക്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1.125 W പ്ലസ് എന്താണ്? 3.75 അല്ലേ? 3.75 പ്ലസ് 3.75 ഇൻറ്റു 10⁶ ഈസ് ഈക്വൽ ടു സിഗ്മയുടെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കാണ് മാക്സിമം ബെൻഡിങ് നോർമൽ സ്ട്രെസ് ഷുഡ് നോട്ട് എക്സീഡ് 15 Nm/mm². സോ നമ്മൾ എന്ത് ചെയ്യുക? 15 എന്ന് കൊടുക്കുക. 15 ഇൻറ്റു ഇസഡിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 1 × 10⁶. സോ ഈ ക്വസ്റ്റ്യനിൽ ഓൺലി അൺനോൺ ഏതാണ്? W ആണ്. നമുക്ക് ഈ 10⁶ഉം 10⁶ ഓൾറെഡി വെട്ടിക്കളയാൻ പറ്റും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് W = 10 kN/m എന്ന് കിട്ടും. 10 kN/m. അതായത് ബെൻഡിങ് സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ബെൻഡിങ് മൊമെന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 kN/m എന്ന് കിട്ടും കേട്ടോ. എന്താണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കൺസിഡർ ചെയ്ത്? ബെൻഡിങ് മൊമെന്റ് എന്നുണ്ട് കേട്ടോ അവിടെ. ബെൻഡിങ് മൊമെന്റ് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, പ്രോബ്ലം തീർന്നില്ല. നമ്മുടെ അടുത്ത് എന്താണ്? ഷിയർ ഫോഴ്സും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഷിയർ ഫോഴ്സ്, അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് ഡസ് നോട്ട് എക്സീഡ് 2 Nm/mm² എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മാക്സിമം ഷിയർ സ്ട്രെസ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഷിയർ സ്ട്രെസ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ഷിയർ സ്ട്രെസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്രയാണ് നമ്മൾ നോക്കാൻ പോവാണ്. സോ ബൈ കൺസിഡറിങ് ഷിയർ സ്ട്രെസ്, ഇതെങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് ഓഫ് ആവറേജ് ഷിയർ സ്ട്രെസ് ആണ് അല്ലേ? മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് ഓഫ് ആവറേജ് ഷിയർ സ്ട്രെസ് ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മുടെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് ടോ മാക്സ് ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് ഓഫ് ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? V/BH ആണ് അല്ലേ? V/BH, ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ BH. V എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ്, മാക്സിമം ഷിയർ ഫോഴ്സ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് മാക്സിമം ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചല്ലോ. മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എത്രയാണ്? 1.5 പ്ലസ് 2.5 ഇൻറ്റു 10⁻3. സോ ആ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോ മാക്സിമം ഷിയർ സ്ട്രെസ്, മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 2 Nm/mm² ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 2 എന്ന് കൊടുക്കുക. ഫിസിക്കൽ ടു 1.5 ഇൻറ്റു വിയുടെ സ്ഥാനത്ത് നമ്മൾ കണ്ടുപിടിച്ച ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എടുക്കുക. ഷിയർ ഫോഴ്സ് നമ്മൾ എത്ര കണ്ടുപിടിച്ച? 1.5 W
പ്ലസ് എത്ര വരും 2.5 ഇൻറ്റു 10⁻³ അല്ലേ, ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എച്ച്. ഇവിടെ അടുത്ത് എത്രയാണ് 150 ആണ്, എച്ച് എത്രയാണ് 200 ആണ്. ശരിയല്ലേ? സോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ ഓൺലി അൺനോൺ ഈസ് ഡബ്ല്യു. നമുക്ക് ഡബ്ല്യൂയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ നിന്ന് 25 kN per meter എന്ന് കിട്ടും. 25 kN per meter എന്ന് കിട്ടും. ഓക്കെ, അതായത് ഷിയർ സ്ട്രെസ് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീമിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് 25 kN per meter ആണ്. അതേസമയത്ത് നമ്മൾ ബെൻഡിങ് മൊമെന്റ് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീമിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് 10 kN per meter ആണ്. ഈ രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതെടുക്കുക. ഡിസൈൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സേഫ്റ്റിയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. സോ ഈ രണ്ടിടത്തിൽ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 10 kN per meter ആയതുകൊണ്ട് ഈ ബീമിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 kN per meter ആയിരിക്കും. സോ അല്പം ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 14 മാർക്കിൻ്റെ ഒറ്റ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ 14 മാർക്ക് കിട്ടും. ഓക്കെ, സോ അത് നിങ്ങൾ മര്യാദയ്ക്ക് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അടുത്ത എസ്എ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ കാസ്റ്റ് അയൺ ബീം ഓഫ് ടി സെക്ഷൻ, കാസ്റ്റ് അയൺ ബീം അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ടി ആണ്, ടി ക്രോസ് സെക്ഷനാണ്. ഈ ഷോൺ ഇൻ ദി ഫിഗർ. ദി ബീം ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ഓൺ എ സ്പാൻ ഓഫ് 8 meter. ബീമിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 8 meter ആണ്. നമ്മുടെ അതിലൊരു ബീമുണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ടി ക്രോസ് സെക്ഷനാണ്. ഓക്കെ, നമ്മളത് ക്രോസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ടി സെക്ഷനായിട്ട് കാണാൻ പറ്റുക. അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 8 meter ആണ്. ഓക്കെ, അത് സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് എന്താണ്, 8 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. ദി ബീം ക്യാരീസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 1.5 kN per meter ലെങ്ത്. ഇതിലെന്തുണ്ട്, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, അതിൻ്റെ എമൗണ്ട് എത്രയാണ് 1.5 kN per meter. ഓക്കെ, ഓൺ ദി എൻറ്റയർ സ്പാൻ ഡിറ്റർമൈൻ ദി മാക്സിമം ടെൻസൈൽ ആൻഡ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യുക. ബീമിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എത്രയാണ്, മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നോക്കിയാൽ നമ്മുടെ ബീമാണ് കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. 8 meter ആണ് സ്പാൻ എന്ന് പറയുന്നത്. 1.5 kN per meter അതിൽ എന്തുണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് ഫസ്റ്റ് എന്ത് ചെയ്യണം, പോയിന്റ് ലോഡ് ആക്കി മാറ്റുവാണ്. ഓക്കെ, പോയിന്റ് ലോഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1.5 × 8 അല്ലേ, 1.5 × 8 അത്രയായിരിക്കും അതിൻ്റെ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. അവിടെ ഇരിക്കട്ടെ തൽക്കാലത്തേക്ക്. നമ്മൾ മാക്സിമം ടെൻസൈൽ ആൻഡ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ എവിടെയായിരിക്കും ടെൻസൈൽ സ്ട്രെസ്, മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവുക, എവിടെയായിരിക്കും മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവുക. സോ ഇതിൽ ലോഡ് ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്, വെർട്ടിക്കലി അല്ലേ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് താഴത്തേക്ക് ആക്ട് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഈ എക്സ്ട്രീം ഫൈബറിൽ എന്തായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്ന, ഈ എക്സ്ട്രീം ഫൈബറിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. ഏറ്റവും താഴെയുള്ള ഈ എക്സ്ട്രീം ഫൈബറിലായിരിക്കും എന്ത്, മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ആ ബീമിൻ്റെ ഏറ്റവും അങ്ങേറ്റത്ത് മുകളിലായിരിക്കും എന്ത്, ഈ മാക്സിമം ടെൻസൈൽ കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഏറ്റവും താഴെയായിരിക്കും എന്ത്, മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പോയിന്റിൽ ആ സ്ട്രെസ്സും ഈ പോയിന്റിൽ ഈ ടെൻസൈൽ സ്ട്രെസ്സും കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ M/I = σ/y. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ I മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സെക്ഷൻ, ഈ ടി ക്രോസ് സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സിഗ്മയുടെ വാല്യൂ ആണ് നമുക്ക് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താണ്, കംപ്രസീവ് σc-യും σt-യും മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Y എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് ആണ്. അതായത് ഇതിലെവിടെയോ ഒരു പോയിന്റിൽ എന്തുണ്ട്, ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ട്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എവിടെയാണെന്നുള്ളത്, ന്യൂട്രൽ ആക്സിസിൻ്റെ ലൊക്കേഷൻ. സോ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം അപ്പ്, എക്സ്ട്രീം മുകളിലുള്ള ഏറ്റവും അങ്ങേയറ്റത്തുള്ള ആ ഫൈബറിലേക്കുള്ള ലെങ്ത്ത്, അതാണ് എന്ത്, നമ്മൾ σc കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ബോട്ടം ഫൈബറിലേക്കുള്ള ലെങ്ത്ത്, അതാണ് നമ്മൾ σt കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. സോ അതാണ് ഈ സാധനങ്ങൾ പറയുന്നത്. സോ ഇത് ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ
ഫസ്റ്റ് നമ്മൾ ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. എന്നാലാണ് നമുക്ക് ഈ വൈയുടെ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാൻ പോവാണ്. സോ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഞാൻ ഈ ടി സെക്ഷൻ്റെ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴത്തേക്ക് ഒരു വര വരയ്ക്കാം. അതുപോലെ എക്സ്ട്രീം ബോട്ടം സൈഡിൽ കൂടെ എന്ത് ചെയ്യാണ്? ഒരു വര വരയ്ക്കുകയാണ്. ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് എന്തൊക്കെയായാലും ഈ പ്ലെയിനിലായിരിക്കും അല്ലേ? ന്യൂട്രൽ ആക്സിസ് എന്തൊക്കെയായാലും ഈ പ്ലെയിനിലായിരിക്കും. അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിന്റെ എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് എത്രയാന്ന് പറയാൻ പറ്റും? ഇത്രയും ലെങ്ത്തിന്റെ പകുതി എത്രയാണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു 50 mm നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് ഫിഗറിന്റെ സിമെട്രി നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. ശരിയല്ലേ? സോ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ കറക്റ്റ് സെന്ററിലാണ്. ഇനി അതിന്റെ വൈ ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വൈ ബാർ. സോ എങ്ങനെയാണ് വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ ഫസ്റ്റ് ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. സോ വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ബാർ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഒന്ന് ഒരു റെക്റ്റാങ്കിൾ, ഫസ്റ്റ് റെക്റ്റാങ്കിൾ, രണ്ട് സെക്കൻഡ് റെക്റ്റാങ്കിൾ അല്ലേ? സോ ഇങ്ങനെ രണ്ട് റെക്റ്റാങ്കിൾസ് വന്നേക്കാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A1 ഇൻറ്റു Y1 പ്ലസ് A2 ഇൻറ്റു Y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 ആണ്. A1 ഇൻറ്റു Y1 പ്ലസ് A2 ഇൻറ്റു Y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 ആണ്. A1 A2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയാസ് ആണ്. Y1 Y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ അതിനെ നോക്കാം. ഫസ്റ്റ് നമ്മൾ A1 എന്ന് പറയുന്നത് നമ്മുടെ ഈ റെക്റ്റാങ്കിൾ ആണ് കേട്ടോ, ഒന്നാമത്തെ റെക്റ്റാങ്കിൾ. A2 എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിൾ. സോ A1ന്റെ വാല്യൂ എന്തായിരിക്കും? A1ന്റെ വാല്യൂ, ഇതിൻ്റെ ലെങ്ത് 100 ആണ്, ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 20 ആണ്. സോ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്ന് പറയുന്നത് 100 ഇൻറ്റു 20 ആണ്. 100 ഇൻറ്റു 20. ഇനി അടുത്തത് Y1 എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ എക്സ്ട്രീം താഴത്തെ ഈ ലൈനിൽ നിന്ന്, ഈ ആക്സിസിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒന്നാമത്തെ ഈ ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തുമാത്രം ഹൈറ്റിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രയായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? എവിടെയായിരിക്കും? ഈ കറക്റ്റ് നടുക്കായിരിക്കും ഇവിടെ അല്ലേ? കറക്റ്റ് ഈ പോയിന്റിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് എത്രയാണ്? ഇത് മൊത്തം എത്രയാണ്? 20 ആണ്. ഇവിടുന്ന് 10 mm അകലെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഇത്രയും ലെങ്ത് എത്രയാണ്? ഇത്രയും ലെങ്ത് നമുക്കറിയാം 80 ആണ്. സോ Y1 എന്ന് പറയുന്നത് ഈ 80 പ്ലസ് ഈ 20/2 ആയിരിക്കും. ഈ ലൈനിൽ നിന്ന് Y1 എന്ന് പറയുന്നത് അത്രയും ഹൈറ്റിലാണ് അല്ലേ? സോ Y1 ഈസ് ഈക്വൽ ടു 80 പ്ലസ് 20/2. ഓക്കെ, പ്ലസ് A2 രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നെയാണ്. ഇതിൻ്റെ തിക്നെസ് എത്രയാണ്? 20 ആണ്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 80 ആണ്. സോ 20 ഇൻറ്റു 80, 20 ഇൻറ്റു 80 അതിൻ്റെ ഏരിയ ആണ്. ഏരിയ കണ്ടുപിടിച്ചു. ഇനി Y2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും? കറക്റ്റ് നടുക്കായിരിക്കും. ഈ ഹൈറ്റിൻ്റെ കറക്റ്റ് പകുതി, അതായത് 80യുടെ കറക്റ്റ് പകുതി ഇവിടെ ആയിരിക്കും അല്ലേ? സോ അതിൻ്റെ Y2യുടെ വാല്യൂ എന്തായിരിക്കും? 80യുടെ കറക്റ്റ് പകുതി ആയിരിക്കും, അത് 40 ആയിരിക്കും. 80/2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഇൻറ്റു 20 പ്ലസ് A2യുടെ വാല്യൂ എന്താ? A2 20 ഇൻറ്റു 80 അല്ലേ? 20 ഇൻറ്റു 80. സോ നമുക്ക് ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ വൈ ബാർ എന്ന് പറയുന്നത് നമുക്ക് 67.77 mm എന്ന് കിട്ടും. 67.77 mm എന്ന് കിട്ടും. അതായത് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ ബോട്ടത്തിൽ നിന്ന് എന്തുമാത്രം ഹൈറ്റിലാണ്? 67.77 അത്രയും ഹൈറ്റിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീം ടോപ്പ് ഫൈബറിൽ നിന്ന് എന്തുമാത്രം ദൂരെയായിരിക്കും ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്? മൊത്തം ലെങ്ത് എത്രയാണ്? 100 ആണ്. 100 മൈനസ് 67.77 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 32.33 അല്ലേ? 32.33 എന്ന് കിട്ടും. ഓക്കെ, 32.33. സോ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ന്യൂട്രൽ ആക്സിസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ,
അതായത് നമുക്ക് m/i = σ/y. ഓക്കെ, ഈ ഇക്വേഷനിൽ നമ്മൾ ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ടെൻസൈൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ എത്ര എടുക്കണം? 67.77 എടുക്കണം. ഈ കംപ്രസീവ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ എത്ര എടുക്കണം? 32.23 എടുക്കണം. ഓക്കെ, സോ ഇനി അടുത്ത എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഐയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ബീം ഒന്നുകൂടെ ഇവിടെ വരയ്ക്കുകയാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണല്ലേ? 8 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ഇത് 1.5 kN/m ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും? സെൻറ്ററിലായിരിക്കും. കാരണം എന്താ? മാക്സിമം ബെൻഡിങ് ഉണ്ടാകുന്നത് സെൻറ്ററിലാണ്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻറ്റർ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണ്. സോ അതിൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ കൺസിഡർ ചെയ്യാം. റൈറ്റ് സൈഡിൽ എന്തൊക്കെ ഫോഴ്സ് ഉള്ളതെന്ന് നോക്കിയേ. ഒരു റിയാക്ഷൻ ഉണ്ടല്ലേ? ഈ റിയാക്ഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1.5 യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 8 മീറ്ററിൽ ആക്ട് ചെയ്യാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് എന്തായിരിക്കും? 1.5 × 8 എത്രയാണ്? 12 kN അല്ലേ? ഈ 12 kN ആയിരിക്കും. അതിന്റെ പകുതി ഇവിടെ ആക്ട് ചെയ്യും. അതായത് 6 kN ഇവിടെയും 6 kN ഇവിടെ ആക്ട് ചെയ്യും അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ റിയാക്ഷൻസ് വരുന്നത്. അതൊന്ന്. ഇനി ഈ സെക്ഷന്റെ റൈറ്റ് സൈഡ് മാത്രം എടുക്കാമെന്ന് വിചാരിക്കാം. സെന്ററിന്റെ റൈറ്റ് സൈഡ് മാത്രം എടുക്കുവാണ്. സോ അത്രയും ലെങ്ത്തിൽ എന്താണ്? 4 മീറ്ററിൽ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. സോ അത് നമ്മൾ പോയിന്റ് ലോഡ് ആക്കുക. പോയിന്റ് ലോഡ് ആക്കുമ്പോൾ എന്ത് വരും? 4 മീറ്ററിൽ 1.5 kN/m യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. സോ 4 × 1.5 എത്ര വരും? 6 വരും അല്ലേ? 6 kN എന്ന് വരും. സോ ഈ 6 kN എത്ര ദൂരെയാണ് ആക്ട് ചെയ്യുന്നത് സെൻട്രലിൽ നിന്ന്? ഇതിന്റെ പകുതി മൊത്തം 8, പകുതി 4, അതിന്റെ പകുതി എത്രയാ? 2 മീറ്റർ അകലെയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബെൻഡിങ് മൊമെന്റ് എത്ര വരും? മാക്സിമം ബെൻഡിങ് മൊമെന്റ് അഥവാ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദി സെന്റർ. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് ഈ ലോഡ് എത്രയാണ്? 6 kN. അത് എന്തുമാത്രം ഹൈറ്റ് അകലെയാണ് ആക്ട് ചെയ്യുന്നത്? 2 മീറ്റർ അകലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ സൈൻ എങ്ങനെയായിരിക്കും? നമ്മുടെ ബീം ഇങ്ങനെയാണല്ലേ? സോ ഇവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഈ ബീമിന് എന്ത് സംഭവിക്കും? ഇങ്ങനെ ബെൻഡാവും അല്ലേ? ഇങ്ങനെ ബെൻഡായി കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ദെൻ അടുത്ത ലോഡ് ഏതാ? 6 kN ആണ്. 6 kN എന്തുമാത്രം ദൂരെയാണ്? 4 മീറ്റർ അകലെയാണ്. 6 × 4. സൈൻ എങ്ങനെയായിരിക്കും? ഈ ലോഡ് ഈ ബീമിനെ എങ്ങനെ ബെൻഡ് ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ ബീം ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബെൻഡാവും അല്ലേ? അങ്ങനെ ബെൻഡായി കഴിഞ്ഞാൽ എന്താണ്? അത് പോസിറ്റീവാണ്. സോ എന്ത് വരും? 6 × 2 -12 + 24 എന്ന് വരും. സോ +24 kN നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബെൻഡിങ് മൊമെന്റ് കിട്ടും. kN +12. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ന്യൂട്ടൺ mm-ലേക്ക് ആക്കുക. കാരണം നമ്മുടെ ഡയമെൻഷൻസ് തന്നിരിക്കുന്നത് mm-ലാണ്. സോ ഈക്വൽ ടു 12 × 10�3 × 10�3 അഥവാ 12,000 × 10�3. അത്രയും എന്താണ്? ന്യൂട്ടൺ ആണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്തു, വൈയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷൻ. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനുവേണ്ടി നമ്മുടെ ടി സെക്ഷൻ ആണ്. അതിൽ 2 റെക്ടാങ്കിൾസ് ഉണ്ട്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഓരോ റെക്ടാങ്കിളിന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂട്ടിയതായിരിക്കും. I1 + I2 ആയിരിക്കും. ഒന്നാമത്തെയും രണ്ടാമത്തേന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യസ് നമ്മൾ കൂട്ടിയതായിരിക്കും എന്ത്? I എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തേന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ഒന്നാമത്തെ ആ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1 = അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി പ്ലസ്
ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ന്യൂട്രൽ ആക്സിസ് അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഏരിയ, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു എബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പ്ലസ് ഏരിയ ഓഫ് ഫസ്റ്റ് സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സെക്ഷൻ I1ന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി അബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ ഈ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഇക്വേഷൻ എന്താണ്? ബി ഡി ക്യൂബ് ബൈ 12 ആണ്. സോ എന്ത് വരും? ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് അതിന്റെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? ഇനി ഫസ്റ്റ് സെക്ഷന്റെ ബ്രെഡ്ത്ത് എത്രയാണ്, ഡെപ്ത് എത്രയാണ് നോക്കിക്കേ. 100 ആണ് അല്ലെങ്കിൽ 100 ആണ് അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഡെപ്ത് എത്രയാണ്? 20 ആണ്. സോ എന്ത് വരും? 100 ഇൻറ്റു 20 ക്യൂബ് ബൈ 12 പ്ലസ് അതിന്റെ ഏരിയ എന്താണ്? 100 ഇൻറ്റു 20 ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ന്യൂട്രൽ ആക്സിസ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ന്യൂട്രൽ ആക്സിസ് ഏതാണ്? ഇതാണ് അല്ലേ? ന്യൂട്രൽ ആക്സിസ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏതാണ്? ഇതാണ് അല്ലേ? സോ ഈ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ എൻഡിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ദൂരം എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 32.33 ആണ്. ഈ എൻഡിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെ 32.33 ആണ്. ഇത്രയും ലെങ്ത് എത്രയാ? ഇത്രയും 10 ആണ് അല്ലേ? 20യുടെ പകുതി 10. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് എന്തായിരിക്കും? 32.33 മൈനസ് 10 ആയിരിക്കില്ലേ അല്ലേ? 32.23 മൈനസ് 10 അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് I1ന്റെ വാല്യൂ കിട്ടും. I1ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 1055,012.5 mm/4. ഓക്കെ, ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് I1ന്റെ വാല്യൂ ആയിട്ട് കിട്ടുക. ഓക്കെ, നൗ I2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. I2 സിമിലർലി I2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ഇക്വേഷൻ തന്നെയാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പ്ലസ് ഏരിയ ഇൻറ്റു എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ന്യൂട്രൽ ആക്സിസ് അതിൻ്റെ സ്ക്വയർ. ഓക്കെ, സോ എങ്ങനെ വരും? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിന്റെ ഇക്വേഷൻ എന്താണ്? ബി ഡി ക്യൂബ് ബൈ 12 ആണ് അല്ലേ? ബി ഡി ക്യൂബ് ബൈ 12 റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. സോ ഇവിടുത്തെ ബ്രെഡ്ത്ത് എത്രയാണ്? 20 ആണ്. ഡെപ്ത് എത്രയാണ്? 80 ആണ്. സോ 20 ഇൻറ്റു 80 ക്യൂബ് എന്ന് വരും. ഇസിക്കൽ ടു 20 ഇൻറ്റു 80 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ എത്രയാണ്? രണ്ടാമത്തെ സെക്ഷന്റെ 20 ഇൻറ്റു 80 ആണ് അല്ലേ? ഇനി ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ന്യൂട്രൽ ആക്സിസ്. ഇതിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ഇരിക്കുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ടോട്ടൽ ലെങ്ത് എത്രയാണ്? 40 ആണ്. 40യുടെ പകുതി എത്രയാ? സോറി, ടോട്ടൽ ലെങ്ത് എത്രയാണ്? 80 ആണ്. 80യുടെ പകുതി അഥവാ 40 ലെങ്തിലാണ് അതിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത്, 40. സോ ന്യൂട്രൽ ആക്സിസ് ഇരിക്കുന്നത് ബോട്ടത്തിൽ നിന്ന് 67.7 ഹൈറ്റിലാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത് ബോട്ടത്തിൽ നിന്ന് 40 ഹൈറ്റിലാണ് അല്ലേ? 40 mm ഹൈറ്റിലാണ്. സോ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് എത്രയായിരിക്കും? 67.77 മൈനസ് 40 ആയിരിക്കും. ശരിയല്ലേ? 67.77 മൈനസ് 40. സോ നമ്മൾ അത് ചെയ്യാം. എന്താണ്? ഇൻറ്റു 67.77 മൈനസ് 40. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് I2ന്റെ വാല്യൂ കിട്ടും. I2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2087.209 mm/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? I1 I2 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രോസ് സെക്ഷന്റെ I കിട്ടും. I1 പ്ലസ് I2 ഇസിക്കൽ എന്ത് വരും? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഐയുടെ വാല്യൂ 314222 2.4 mm/4 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സെക്ഷൻ കൂടി നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എം കാൽക്കുലേറ്റ് ചെയ്തു, ഐ കാൽക്കുലേറ്റ് ചെയ്തു, വൈയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മയുടെ വാല്യൂ ആണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. മാക്സിമം ടെൻസൈൽ സ്ട്രെസ്. സോ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ M/I = σ/y നമുക്കറിയാം. മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഏറ്റവും ബോട്ടം ഫൈബറിലാണ്. സോ എമ്മിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുക. എമ്മിന്റെ വാല്യൂ നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 12,000 × 10⁻³ ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ ഐയുടെ വാല്യൂ നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? ഐയുടെ വാല്യൂ 314222.4 ആണ് അല്ലേ? ഈസിക്കൽ ടു സിഗ്മ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ സിഗ്മ എന്ന് ഇടുക. ഡിവൈഡഡ് ബൈ വൈയുടെ വാല്യൂ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ദി ബോട്ടം ഫൈബർ ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. അത് എത്രയാണ്? 67.77 ആണ്. ഇവിടെയാണ് മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ഫൈബർ ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് എത്രയാണ്? 67.77. നമ്മൾ എന്ത് ചെയ്യാം? അവിടെ 67.77 എന്ന് കൊടുക്കുക. 67.77 ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. സിമിലർലി സെയിം ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? വൈയുടെ സ്ഥാനത്ത് നമ്മുടെ കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ഫൈബറിന്റെ വൈയുടെ ഇക്വേഷൻ വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്ത് വരും? M/I = σy ഉണ്ടല്ലോ, σ/y. ഈ വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡിസ്റ്റൻസ് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് കംപ്രസീവ് സ്ട്രെസ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 32.33 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ പറയുന്ന വൈയുടെ വാല്യൂ കിട്ടും. σ/c വാല്യൂ കിട്ടും. ഇവിടെ നമ്മൾ 32.33 എടുക്കുക, നമുക്ക് എന്ത് കിട്ടും? σ/c വാല്യൂ കിട്ടും. σ/c = സം വാല്യൂ എന്ന് കിട്ടും. സോ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു? σ/t-യും σ/c-യും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഇത്രയും പ്രൊസീജിയർ ചെയ്താലാണ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മൊഡ്യൂൾ 4 നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് മൊഡ്യൂൾ 5ന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു.